അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐഫോണിൽ എങ്ങനെ നമുക്ക് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തായിരുന്നു. അതായത് iOS 18 എന്ന് പറഞ്ഞ ഒരു ഡെവലപ്പർ ബീറ്റ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ വീഡിയോസിൽ ഞാൻ ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഞാൻ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ കുറേ പേര് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാത്തവർക്ക് ഈ ഒരു ഫീച്ചർ ഫോണിൽ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ സോഫ്റ്റ്വെയർ ആയിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് റിലീസ് ചെയ്തായിരുന്നു. 17.6 18 റിലീസ് ചെയ്തായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം iOS 18.1 കറൻറ്റ് ഉള്ളത്. എൻ്റെ മെയിൻ ഡിവൈസാണ് 15 Pro Max ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഇപ്പോൾ 18.1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള 17.6 പിന്നെ 18 ബീറ്റ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ കിട്ടത്തില്ല. കാരണം ഞാൻ അതിൽ നിന്നും ഹയർ ആയിട്ടുള്ള വേർഷനാണ് ഇപ്പോൾ കറൻറ്റ്ലി ഉള്ളത്. അപ്പോൾ ഞാൻ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചേഴ്സ് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു 18.1 ബീറ്റ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ താഴ്ന്നുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒന്നും എൻ്റെ ഒരു ഫോണിൽ ഇനി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വീഡിയോസൊന്നും നമ്മുടെ ചാനലിൽ ഇതുവരെ വരാഞ്ഞത്. അപ്പം ബാക്കിയുള്ള വീഡിയോസിൽ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ ഫോണിൽ കോൾ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു കോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കോൾ വരുന്നതായിരിക്കും. ഇപ്പോൾ കാണും ഒരു കോൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ചെറിയൊരു ഐക്കണോട് കിട്ടുന്നുണ്ട്. ആ ഐക്കൺ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നതാണ് ഇവിടെ കാണും. ദിസ് കോൾ വിൽ ബി റെക്കോർഡഡ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. മുകളിൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വരുന്നതായിരിക്കും. അതായത് ഫോൺ ആപ്പിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോട്ട്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോട്ട്സിനകത്താണ് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ കോൾ റെക്കോർഡിങ് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫോണിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ റെക്കോർഡിങ്സും നമുക്ക് സേവ് ആവുന്നത് നമ്മുടെ നോട്ട്സ് ആപ്പിലാണ്. ഇപ്പോൾ ഇവിടെ കാണിട്ട് നമ്മുടെ കോളിലൂടെ റെക്കോർഡ് ആവുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതുകൂടെ തന്നെ കോൾ റെക്കോർഡിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ കോൾ റെക്കോർഡിങ് സ്റ്റോപ്പ് ആയിട്ട് അപ്പോൾ നമുക്ക് കോൾ റെക്കോർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിൽ കോൾ റെക്കോർഡിങ് കഴിയുന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ വരുന്നതായിരിക്കും. ഞാൻ അവിടെ കോൾ എൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരെ നമ്മുടെ നോട്ട്സ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മുകളിലായിട്ട് കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന സെക്ഷൻ കിട്ടുന്നതായിരിക്കും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത കോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കോൾ വിത്ത് ആരുടെ പേരാണോ ആ പേര് ഇവിടെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു കോൾ റെക്കോർഡിംഗ് നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രാൻസ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഐഫോൺസിൽ കോൾസ് റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ വരപ്പെട്ടതിലേക്ക് പോകുന്ന കൂടുതൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സി യു.